കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യലൈറ്റ് എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം 1-ാം തീയതി, അതായത് മലയാള മാസം 1-ാം തീയതി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് 12 മാസങ്ങളുണ്ട് അല്ലേ? മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. അപ്പോൾ നമുക്ക് രാശിപ്രകാരം പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്. എല്ലാ മാസമായിട്ട് പറയുമ്പം ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം. അങ്ങനെ വിട്ടാലും 12 നമുക്ക് വരുന്നത്. ഇംഗ്ലീഷ് മാസവും 12 വരുന്നത്. അപ്പോൾ നമുക്ക് 1-ാം തീയതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ആണ്ടുപിറപ്പ് 1-ാം തീയതി നമ്മൾ പറയുമ്പം ചിങ്ങമാസം 1-ാം തീയതിക്ക് ആണ്ടുപിറപ്പ് 1-ാം തീയതി പറയുന്നത്. വൃശ്ചിക മാസം 1-ാം തീയതിക്ക് പ്രാധാന്യമുണ്ട്. മേടമാസം 1-ാം തീയതിക്ക് പ്രാധാന്യമുണ്ട്. പൊതുവെ മലയാള മാസം 1-ാം തീയതിക്കാണ് പ്രാധാന്യം കൂടുതൽ നമ്മൾ എടുക്കുക. ഈ 1-ാം തീയതി നമുക്ക് ഉത്തമമായിട്ട് വീട്ടിൽ കയറാൻ പറ്റിയ, നമ്മുടെ വീട്ടിൽ കയറി 1-ാം തീയതി കയറുക എന്ന് പറയും പഴയ കാലത്ത്. അപ്പം അങ്ങനെ വീട്ടിൽ കയറാൻ പറ്റിയ, കയറ്റിയാൽ നമുക്ക് അപൂർത്തി ഉണ്ടാവുന്ന, വന്ന് കയറിയാൽ അവർക്കും അഭിവൃദ്ധി ഉണ്ടാകുന്ന ഇവിടെ 11 നക്ഷത്രക്കാരെ കുറിച്ച് നമ്മളിവിടെ പറയാൻ പോകുന്നു. അപ്പോൾ ഇവർക്ക് പൊതുവേ പറയുന്ന ഈ ഫലങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തത ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും ജാതകം കൂടി പരിശോധിക്കുക. ചിലർക്കൊക്കെ ആണെങ്കിൽ ജാതകപ്രകാരം ഭാഗ്യദോഷമുള്ളവരൊക്കെ ഉണ്ട്, നിർഭാഗ്യമായിട്ടുള്ളവരൊക്കെ ഉണ്ട്. അവരെ കൊണ്ട് കയറ്റി കഴിഞ്ഞാൽ, അതുപോലെ ചിലയാണെങ്കിൽ അടിമ കിടത്തിയവരുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ചില ആൾക്കാരുണ്ട്. അത് എല്ലാവരും ഒന്നും ഞാൻ പറയത്തില്ല. ചിലർക്ക് ഇതുപോലെ വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇവരെ കണ്ടു കഴിഞ്ഞാൽ കണി കാണാൻ പോലും കൊള്ളത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഉള്ളവരെ നമുക്ക് അതായത് ശ്രദ്ധിക്കണം. അവർ കയറിയാൽ കുഴപ്പമുണ്ടോ നമുക്ക് പ്രശ്നം നോക്കിയിട്ട് പറയാൻ കയറ്റുന്നത് നന്നായിരിക്കും. നമുക്ക് ആ നാളുകളിലേക്ക് എന്തായാലും ഒന്ന് കിടക്കാം. നമുക്ക് 27 നാളിൽ ആദ്യ നാളാണ് അശ്വതി നാളാണ് ആദ്യം പറയുന്നത്. അശ്വതി, രോഹിണി, മകയിരം, പുണർദം, മകം, ഉത്രം, വിശാഖം, ഉത്രാടം, അവിട്ടം, പുരുട്ടാതി, രേവതി. ഈ നക്ഷത്രക്കാർക്ക് മാത്രമായിരിക്കും ഒരു പക്ഷേ. മറ്റു നക്ഷത്രക്കാരും കൊള്ളാവുന്നതൊക്കെ ഉണ്ടാകും. അപ്പം എൻ്റെ ഇതുവരെയുള്ള നമ്മൾ ജ്യോതിഷാലയം തുടങ്ങി ഇതുവരെയുള്ള അനുഭവത്തിന് വെളിച്ചത്തിലും, പല ആൾക്കാരുടെ ജാതകം പരിശോധിച്ചതിന് വെളിച്ചത്തിലും, പല വ്യക്തികളെ നമുക്ക് നേരിട്ട് അറിയാവുന്നതിൻ്റെ വെളിച്ചത്തിലും, പല ജ്യോതിഷ ഗ്രന്ഥങ്ങളും പഠിച്ചതിൻ്റെ, പല ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ അറിവിൻ്റെ വെളിച്ചത്തിലും ഒക്കെയാണ് ഞാൻ ഈ ഫലപ്രവചനം ഇവിടെ നടത്തുന്നത്. ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ തീർച്ചയായിട്ടും ഉണ്ടാവാം. 100% പെർഫെക്റ്റ് ആണെന്ന് ആരും പറയില്ല. അപ്പം അതിൽ വ്യക്തത ആവശ്യമെങ്കിൽ പറഞ്ഞാൽ ഫോണിൽ കൂടെ ആരും ചോദിക്കാറുണ്ട്. വരാൻ പറ്റുമെങ്കിൽ നേരിട്ട് വന്ന് അതിൻ്റെ ഒരു തീർപ്പാക്കി പോകുന്നത് നന്നായിരിക്കും. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങൾ അവിടെ കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.